എന്തുട്ടാണ് പരിപാടി? ഉപ്പുമാവാ? ഒരു കാര്യമുണ്ട്, നോക്കുന്നുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കണ്ട, വേറെ അടിപൊളി പരിപാടി ഉണ്ട്. നമ്മളെപ്പോഴും പോകാനുണ്ടാക്കാം. നമുക്ക് വെറൈറ്റി ആയിട്ട് എളുപ്പത്തിൽ ഒരു ദോശ ഉണ്ടാക്കാം. ഇല്ല, നമ്മളുണ്ടാക്കും. ഉണ്ടാക്കിട്ട് നോക്കാമല്ലോ. അങ്ങനെ ഒരു കാര്യം ചെയ്യും. ഈ സവാള നമുക്ക് ആവശ്യമുണ്ട്. തൈരിലൂടെ തൈരും സവാളയും ലേശം നാളികേരം. റവ എടുത്തിട്ടുണ്ട്. ഒരു ലേശം തൈര് വേണം. ഒരു അരമുറി നാളികേരം. നാളികേരം എന്തായാലും കുഴപ്പമൊന്നുമില്ല, കൂടുതലും കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മളൊരു സവാള, പിന്നെ 2 പച്ചമുളക്, വേപ്പല, ഇത്ര വേണ്ടു. നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് അപ്പോൾ 1 കപ്പ് റവ, അതിപ്പോൾ ഒരു 1/4 കിലോ ഉണ്ടാവില്ലേ, 250 ഗ്രാം ഉണ്ടാവും. ഒരു സവാള, ഇത് നാളികേരം നമ്മുടെ ആവശ്യത്തിന്. ഇപ്പം നമ്മൾ ഒരു ചെറിയ ഒരു അരമുറി നാളികേരം ചെറുത്. നമ്മൾ അധികം പുളിയില്ലാത്ത തൈര് ഒരു 2 ടീസ്പൂൺ. ഇത് നമുക്ക് നന്നായിട്ട് നിറച്ചെടുക്കാം. നമുക്ക് ലേശം വെള്ളം ഒഴിക്കുക. നമ്മളെ സംരംഭം എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് നമ്മളിപ്പോൾ എല്ലാം കൂട്ടി അരച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കപ്പിലൊരു 3/4 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ നമ്മൾ ഇടുന്നതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. നമ്മൾക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് അരച്ച കൂട്ട് നമുക്ക് ഇനി ഒരു ലേശം സോഡപ്പൊടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ 2 പച്ചമുളകും ഒരു ലേശം വേപ്പലയും മറ്റേ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇത് എരിവ് വേണ്ടാത്ത ആൾക്കാർക്ക് ഇത് കുഴപ്പമില്ല, ചേർക്കണ്ട. ഒരു തുണ്ട് സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൂടി നോട്ടെ. ആയിക്കോട്ടെ. ഉപ്പ് നോക്കിയേ. ഉപ്പൊക്കെ ഇല്ലേ? ഒരു പ്രാവശ്യം കറക്റ്റ് ആയിട്ട് മാറ്റാം. അത് ഒരു 10 മിനിറ്റ് തൊട്ട് ചെയ്യാം. ഉണ്ടാക്കി നോക്കാലോ. നമുക്കതൊന്ന് നോക്കി നോക്കട്ടെ. പാകമായിട്ടുണ്ട്. 10 മിനിറ്റ് ആയില്ലേ? മതിയോ? അതൊക്കെ ധാരാളം. അതൊക്കെ ഇനി ചുട്ടു നോക്കാം. നമുക്ക് ചുട്ടു നോക്കാം. ദോശത്താൻ വയ്ക്കാം. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അല്ലേ? ഉണ്ടാക്കി തുടങ്ങാം. എങ്ങനെയുണ്ട് എന്ന് നോക്കാം. കുറച്ചുകൂടി ഇനിയിപ്പോൾ ഇത് ശരിയായതുകൊണ്ട് അപ്പോൾ നമ്മുടെ ദോശ റെഡി. ചുട്ടത് ടേസ്റ്റ് ഒന്ന് പറയാം നമുക്ക്.
ദോശ ഇവിടെ ചൂടാ നമുക്ക്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചങ്കള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടാ. പിന്നെ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യാം. സപ്പോർട്ട് ചെയ്യണേ. നല്ല സപ്പോർട്ട് വേണം. നമ്മൾ വിചാരിച്ചേക്കാളും ടേസ്റ്റ് ആയില്ലേ? ആ ചെറിയ എരിവും മല്ലിയുടെ മല്ലില ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ എരിവായപ്പോ ചെറിയൊരു അടിപൊളി. അപ്പൊ റവ ദോശ സൂപ്പർ ഐറ്റംസ് ആണ്. അപ്പൊ നമ്മുടെ റവ ഉണ്ടാക്കിയ ദോശ നല്ല അടിപൊളി സാധനമാണ്. അപ്പൊ ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്ക് അല്ലേ? സൂപ്പറാണ്. സൂപ്പറാണ്. അപ്പൊ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോയതാ. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്ത് ഉണ്ടാക്കിയപ്പോ നല്ല അടിപൊളി സാധനമായിരുന്നു. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നല്ല ചെറിയ പച്ചമുളകിന്റെ എരിവും. അപ്പൊ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയുടെ കുഴപ്പം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ബൈ.